ഒരു രക്ഷയില്ല. നമ്മൾ തിയേറ്റർ ആദ്യം തകർത്തിട്ടുണ്ട്. എന്ത് പറയാനാണ് സാറേ, ഭയങ്കര ഓളായിരുന്നു തിയേറ്ററിൽ എല്ലാവരും. ഈ പടം കണ്ടാണ് സൂര്യ ഫാനായത്. അന്ന് നമ്മൾ ഒരു ഫാൻ ബോയ് നിലയ്ക്ക് ഇതിനെ കാട്ടി ഒരു എക്സ്പീരിയൻസ് കിട്ടാനില്ല. ഏജത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഫുള്ള് കളിയായിരുന്നു, വൈബായിരുന്നു. ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാന്ന് ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരു രക്ഷയില്ല. നമ്മൾ തിയേറ്റർ ആദ്യം തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പൊളിച്ച് തീർത്ത്. ഭയങ്കര ഓളായിരുന്നു തിയേറ്ററിൽ എല്ലാവരും. പാട്ടൊക്കെ ഡാൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എന്ത് പറയാനാണ് സാറേ, ഗജനിയൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് കൊള്ളാമോ? ചോദിക്കാനുണ്ടാ ഗജനി തിയേറ്ററിൽ പോയി നോക്കാട്ടാ. ഒരു രക്ഷയില്ല. സൗണ്ടൊക്കെ അന്യായം. പിന്നെ ആഗ്രഹിച്ചൊരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു ഫാൻ ബോയ് നിലയ്ക്ക് ഇതിനെ കാട്ടി ഒരു എക്സ്പീരിയൻസ് കിട്ടാനില്ല. റൊമാൻറ്റിഫിക്കേഷൻ ആ സോങ്ങൊക്കെ, ഒരു മാലി സോങ്ങൊക്കെ വന്നപ്പോൾ പക്ക നോസ്റ്റ് അടിച്ച പോലെയായിരുന്നു. ലൈക്ക് ക്ലൈമാക്സ് ഫൈറ്റ് കൊള്ളായിരുന്നു. ലൈക്ക് ഞാൻ ശരിക്കും മൊബൈലിലാണ് കണ്ടിട്ടുള്ള, തിയേറ്ററിൽ കണ്ടിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടേണ്ട സന്തോഷമുണ്ട്. കിടലും റീ റിലീസ് ഞങ്ങൾ കുറേ നാളത്തെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ അത്രയും എക്സ്പെക്റ്റഡ് ആയിട്ടിരുന്ന ഒരു പടം അത് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാന്ന് ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു 2005 ടൈമിലൊന്നും നമുക്കൊന്ന് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഒരു നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ റിലീസ് ചെയ്തു. അടിപൊളിയാണ് പടം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പടം കണ്ടാണ് സൂര്യ ഫാനായത്. അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം. അപ്പോൾ ഒന്നും കൂടെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. പടം കൊള്ളൂലാണ്. ആവറേജ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ഡാൻസും ബഹളവും എല്ലാം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഫുൾ എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഹൗസ്ഫുൾ ആയിരുന്നു. തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വൈബായിരുന്നു. പിന്നെ പാട്ടുകളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ഏജത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഫുള്ള് കളിയായിരുന്നു, വൈബായിരുന്നു. ഇന്ന് രാത്രി 11 മണിക്ക് പോയിട്ട് മുട്ട അടിച്ചത്. ഒരു വരൻ്റെ ഒരു കുറവുണ്ടെന്ന് ഇവിടെ രാവിലെ പറഞ്ഞത്. തിയേറ്ററിൽ നിന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും പടം വരണം, കാണാം. അടിപൊളിയായിരുന്നു. കാരണം രാവിലെ 6 മണിക്ക് ഇവിടെ എന്നെയും കാത്തോടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ടിക്കറ്റെല്ലാം അഭിജിത്ത് തന്നെ എങ്ങനെയുണ്ട് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റീവാച്ച് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. പഴയ 90s കിഡ്സിന്റെ വൈബാണല്ലോ ഇതല്ല. അല്ലേ, ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ. യുവശങ്കറിന്റെ മ്യൂസിക് എല്ലാം ഒരു ഫീലാണ് ഈ പടം. പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ പടം. പോയി കാണുക സിനിമ. തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. കുറേ വർഷം ശേഷം കണ്ടുകൊണ്ട് ഭയങ്കര ഫീലായിട്ടുണ്ട്.